CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. 559 പോയിന്റ് നേടിയാണ് ഉപജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. എരുമപ്പെട്ടി കുന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോയോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 പേർ പിടിയിൽ. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അകലാട് ബ്ലാങ്ങാട് വീട്ടിൽ 37 വയസ്സുള്ള അൻസാറിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളറക്കാട് ആദൂരിൽ സ്കൂട്ടർ യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം കവർന്ന പ്രതികളെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. എയ്യാൽ സ്വദേശികളായ കറുപ്പം വീട്ടിൽ 26 വയസ്സുള്ള മുഷ്താഖ്, 28 വയസ്സുള്ള തെസ്രീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 2025 ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചൂണ്ടൽ ലോക്കൽ തല സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം തിച്ചൂരിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വാഴക്കന്ന് വിതരണം നടത്തി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ ട്രഷറി ഓഫീസർ N താഹിറയ്ക്ക് കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും തൃശൂർ ജില്ലാ ട്രഷറിയിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വേലൂരിൽ കർഷകർക്ക് ശല്യമായിരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വേലൂരിൽ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭയുടെ നേതൃത്വത്തിൽ പിടികൂടിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഗീവറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. പഴയകാല പൈതൃക പുരാവസ്തുക്കൾ കാണാനും മനസ്സിലാക്കാനുമായി എത്തിയ കുട്ടികളെ സ്വീകരിച്ച് റിട്ടയർഡ് അധ്യാപകനായ ആന്റണി ചിറ്റാട്ടുകര. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെട്ട പൈതൃക സ്മാരകം കാണാനും പഠിക്കാനുമായി നമ്പഴിക്കാടുള്ള ആന്റണി മാസ്റ്ററുടെ വസതിയിലെത്തിയത്. മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്നതിനായി 12 അംഗങ്ങൾ ഉൾപ്പെടുന്ന കേരള കബഡി സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീമിന്റെ പരിശീലനം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ കബഡി ഇൻഡോർ ഹാളിൽ ആരംഭിച്ചു. കുന്നംകുളം നഗരസഭ കൃഷിഭവനിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കമുങ്ങിൻ തൈകളുടെയും കൃഷിവകുപ്പിന്റെ പദ്ധതിയായ 1 കോടി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനവും ലോക മണ്ണ് ദിനത്തിന്റെ ഭാഗമായി സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണവും നടന്നു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനമായ ഡിസംബർ 5 സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റും അൻസാർ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചൊവ്വലൂർ ലാസ്യൂൺ ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.